മനുഷ്യാവകാശങ്ങളെയും സ്ത്രീനീതിയെയും പൂർണ്ണമായും അപ്രസക്തമാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം പുതിയ പീനൽ കോഡ് പുറത്തിറക്കി. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെയും കുട്ടികളെയും ഉപദ്രവിക്കാൻ അനുവാദം നൽകുന്നതാണ് ഈ ക്രൂരമായ നിയമസംഹിത. താലിബാന്റെ പരമോന്നത നേതാവായ ഹിബത്തുള്ള അഖുൻസാദയാണ് 90 പേജുകളുള്ള ഈ പുതിയ നിയമത്തിന് അംഗീകാരം നൽകിയത്. ഇതോടെ അഫ്ഗാൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി മുൻപുണ്ടായിരുന്ന എല്ലാ നിയമ പരിരക്ഷകളും റദ്ദാക്കപ്പെട്ടു. പുതിയ നിയമപ്രകാരം ഭാര്യയെ ഭർത്താവിന് ശാരീരികമായി ശിക്ഷിക്കാം. എന്നാൽ എല്ലൊടിയുകയോ ശരീരത്തിന് പുറത്ത് കാണത്തക്ക രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാവുകയോ ചെയ്യരുത് എന്നതാണ് താലിബാൻ മുന്നോട്ട് വെക്കുന്ന വിചിത്രമായ നിബന്ധന. കുട്ടികളെയും ഇത്തരത്തിൽ ശിക്ഷിക്കാൻ രക്ഷിതാക്കൾക്ക് അനുവാദമുണ്ട്. വീടിനുള്ളിൽ നടക്കുന്ന അതിക്രമങ്ങളെ ഭരണകൂടം കുറ്റകൃത്യമായി കാണുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ പുതിയ മാറ്റങ്ങൾ. സ്ത്രീ മാരകമായി പരിക്കേൽപ്പിക്കപ്പെട്ടാൽ പോലും കുറ്റവാളിയായ പുരുഷന് ലഭിക്കുന്നത് വെറും 15 ദിവസത്തെ ജയിൽവാസം മാത്രമാണ്. മുറിവുകൾ പ്രത്യക്ഷമായി കാണാൻ കഴിയുമെങ്കിൽ മാത്രമേ കോടതി ഇത്രയുമെങ്കിലും ശിക്ഷ വിധിക്കുകയുള്ളൂ. പരാതിയുമായി കോടതിയെ സമീപിക്കുന്ന സ്ത്രീക്ക് നീതി ലഭിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. താൻ നേരിട്ട അതിക്രമം കോടതിയിൽ വിജയകരമായി തെളിയിക്കേണ്ട ബാധ്യത പൂർണ്ണമായും ഇരയായ സ്ത്രീയിൽ നിക്ഷിപ്തമാണ്. ശരീരം മുഴുവൻ മറച്ച ശിരോവസ്ത്രം ധരിച്ചു വേണം സ്ത്രീ ജഡ്ജിക്ക് മുന്നിൽ നിൽക്കാൻ. മുറിവുകൾ ഉണ്ടെങ്കിൽ അത് ജഡ്ജിയെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ് ചെറിയ ഇളവുകൾ അനുവദിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രസക്തമായ കാര്യം, കോടതിയിൽ പോകുമ്പോൾ സ്ത്രീക്ക് ഒപ്പം ഭർത്താവോ കുടുംബത്തിലെ മറ്റൊരു അടുത്ത പുരുഷ ബന്ധുവോ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നതാണ്. ഇത് പരാതി നൽകുന്നതിൽ നിന്ന് സ്ത്രീകളെ വിലക്കുന്നു. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ബന്ധുക്കളെ സന്ദർശിക്കുന്നത് പോലും പുതിയ നിയമപ്രകാരം കുറ്റകരമാണ്. ഇത്തരം സന്ദർശനം നടത്തുന്ന സ്ത്രീകൾക്ക് 3 മാസം വരെ ജയിൽ ശിക്ഷ ലഭിക്കാമെന്ന് പീനൽ കോഡ് വ്യക്തമാക്കുന്നു. അഫ്ഗാൻ സമൂഹത്തെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചാണ് ശിക്ഷകൾ നിശ്ചയിച്ചിരിക്കുന്നത്. പീനൽ കോഡിലെ ആർട്ടിക്കിൾ 9 ഈ വിഭജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മതപണ്ഡിതന്മാർ, വരേണ്യ വിഭാഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിങ്ങനെയാണ് ഈ സാമൂഹിക ശ്രേണി. കുറ്റവാളിയുടെ സാമൂഹിക പദവി അനുസരിച്ച് ശിക്ഷയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. മതപണ്ഡിതനാണ് കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ അയാളെ വെറും ഉപദേശം നൽകി വിട്ടയക്കും. അവർക്ക് ജയിൽ ശിക്ഷയോ മറ്റ് ശാരീരിക പീഡനങ്ങളോ ഏൽക്കേണ്ടി വരില്ല. വരേണ്യ വിഭാഗത്തിൽപ്പെട്ട കുറ്റവാളികളെ കോടതിയിൽ വിളിച്ചു വരുത്തി താക്കീത് നൽകുക മാത്രമാണ് ചെയ്യുക. സമൂഹത്തിലെ ഉന്നതർക്ക് നിയമത്തിൽ നിന്ന് പ്രത്യേക ഇളവുകൾ ഇതിലൂടെ ലഭിക്കുന്നു. മധ്യവർഗത്തിൽപ്പെട്ടവർക്ക് സമാനമായ കുറ്റത്തിന് ജയിൽ ശിക്ഷ ലഭിക്കും. എന്നാൽ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് ശിക്ഷ അതീവ കഠിനമാണ്. താഴ്ന്ന വിഭാഗത്തിലുള്ളവർക്ക് ജയിൽവാസത്തിനൊപ്പം ക്രൂരമായ ചാട്ടവാറടിയും ഏൽക്കേണ്ടി വരും. സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെ വലിയ വിവേചനമാണ് താലിബാൻ നിയമം പുലർത്തുന്നത്. ശാരീരികമായ ശിക്ഷകൾ നടപ്പിലാക്കാനുള്ള അധികാരം ഇസ്ലാമിക പണ്ഡിതന്മാർക്കായിരിക്കും. പരസ്യമായ ചാട്ടവാറടിയും മറ്റും താലിബാന്റെ ശിക്ഷാ രീതികളിൽ പ്രധാനമാണ്. ഈ പുതിയ നിയമം നിലവിൽ വന്നതോടെ മുൻപ് നിലവിലുണ്ടായിരുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന നിയമം അസാധുവായി. ഇത് അഫ്ഗാൻ സ്ത്രീകളെ പൂർണ്ണമായും അരക്ഷിതാവസ്ഥയിലാക്കി. പുതിയ നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനോ ചർച്ചകൾ നടത്തുന്നതിനോ പോലും കടുത്ത വിലക്കുണ്ട്. ഇത്തരം ചർച്ചകൾ നടത്തുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് താലിബാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താലിബാന്റെ ഭയത്തിൽ അഫ്ഗാൻ ജനത നിശബ്ദരാണ്. ആരും ഈ നിയമങ്ങൾക്കെതിരെ പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. മനുഷ്യാവകാശ പ്രവർത്തകർ ഒളിവിൽ കഴിയുന്ന അവസ്ഥയിലാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയോട് അടിയന്തരമായി ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ താലിബാന്റെ ഈ ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്തണമെന്നാണ് ഇവരുടെ ആവശ്യം.